SNDP യോഗം പറവൂർ യൂണിയന്റെ 172 ശ്രീനാരായണ ജയന്തി ആഘോഷവും സാംസ്കാരിക ഘോഷയാത്രയും സുവർണപദം 2026 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 28 വരെ നടത്തപ്പെടുകയാണ്. ജ്യോതി പര്യടന സമ്മേളനം ഓഗസ്റ്റ് 16 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ജ്യോതിപര്യടന സമ്മേളനം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ യൂണിറ്റ് ചെയർമാൻ CN രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പറവൂർ മുനിസിപ്പൽ ചെയർമാൻ രമേശ് DE കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി, യോഗം കൗൺസിലർ ഷീബ ടീച്ചർ, ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. കൺവീനർ ഷൈജു മനക്കപ്പടി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് VR ബാബു, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജിൻ പട്ടണം, ജില്ലാ പഞ്ചായത്ത് അംഗം നിത്യ ടീച്ചർ, പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ യൂണിയൻ ഭാരവാഹികളായ ചെയർമാൻ CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മനക്കപ്പടി, യോഗം ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം VN നാഗേഷ് എന്നിവർ അറിയിച്ചു. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ദിന ആഘോഷം ഇത്തവണ പറവൂർ SNDP യൂണിയൻ്റെ കീഴിലുള്ള 72 ശാഖകൾ, ഏതാണ്ട് 350-ൽ പരം കുടുംബ യൂണിറ്റുകൾ, അതോടൊപ്പം തന്നെ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ ഉൾപ്പെടെ ഏതാണ്ട് 25,000-ഓളം വരുന്ന യൂണിയനിലെ കീഴിലുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു ഗംഭീര ആഘോഷമായി മാറ്റുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പറവൂർ SNDP യൂണിയനിൽ ഘോഷയാത്ര ആരംഭിച്ചിട്ട് 50 വർഷം തികയുകയാണ്. ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ 50,000 ശാഖാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് SNDP യോഗത്തിൻ്റെ കീഴിലുള്ള 147 യൂണിയനുകൾ നടത്തുന്ന ഘോഷയാത്രയിൽ ഒന്നാമതായി മാറുവാൻ വേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി പതാക ദിനത്തോടനുബന്ധിച്ച് ഇത്തവണത്തെ ജയന്തി ദിന ആഘോഷം ആരംഭിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 28-ാം തീയതി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സമ്മേളനത്തോടുകൂടി ഇത്തവണത്തെ ജയന്തി ദിന പരിപാടികൾ അവസാനിക്കുന്നതായിരിക്കും. പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ച് 172ാമത് ജയന്തി ആഘോഷം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം പറവൂർ SNDP യൂണിയൻ്റെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ജയന്തി ഘോഷയാത്ര ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ട് തികയുന്ന വർഷമാണ്. ആ സുവർണ ജൂബിലി വർഷത്തിൽ സുവർണപദം 2026 എന്ന് നാമകരണം ചെയ്തുകൊണ്ട് പറവൂർ SNDP യൂണിയൻ അതിനെ ഒരു മഹോത്സവമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, SNDP യോഗത്തിൻ്റെ ഏറ്റവും വലിയ ജയന്തി ഘോഷയാത്ര നടക്കുന്ന യൂണിയൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പറവൂർ SNDP യൂണിയനാണ്. ആ പറവൂർ SNDP യൂണിയൻ മുൻകാലങ്ങളിലൊക്കെ 1,00,000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജയന്തി ഘോഷയാത്ര നടത്തുന്നതെങ്കിൽ ഈ വർഷം ഈ ജൂബിലി വർഷത്തിൽ ആ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏതാണ്ട് 25,000 കുടുംബങ്ങളിൽ നിന്ന് 50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് SNDP യോഗത്തിൻ്റെ തന്നെയല്ല, കേരള ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, SNDP യോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും 147 യൂണിയനുകളിലും മുന്നിട്ട് നിൽക്കുന്ന പറവൂർ SNDP യൂണിയൻ, ആ പറവൂർ SNDP യൂണിയൻ്റെ ഈ വർഷത്തെ ജയന്തി ആഘോഷം വളരെ ഗംഭീരമായി നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ദിവ്യജ്യോതി റിലേ, അത് ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്
ആലുവ അദ്വൈതാശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും ആശ്രമത്തിൻ്റെ മഠാധിപതി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ അദ്ദേഹം തിരികൊളുത്തി SNDP യോഗത്തിൻ്റെ സമാരാധനായ പ്രസിഡന്റ് ശ്രീ MN സോമൻ അവരുടെ ഏറ്റുവാങ്ങി. അത് പറവൂർ SNDP യൂണിയൻ്റെ സമാരാധനായ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവരെ ഏൽപ്പിക്കുകയും അത് യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പറവൂർ SNDP യൂണിയൻ്റെ 72 ശാഖായോഗങ്ങളുടെയും അതിൻ്റെ കുടുംബ യൂണിറ്റുകളുടെയും മറ്റു പോഷക സംഘടനകളുടെയും മറ്റു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുഴുവൻ കുടുംബാംഗങ്ങളിലോട്ടും കടന്നു ചെല്ലുകയാണ്. അതിനുശേഷം നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം, ആ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ട് 50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പറവൂർ പട്ടണത്തെ മഞ്ഞ കടലാക്കിക്കൊണ്ട് മാറ്റുന്ന ആ ഗംഭീര പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർകളാണ്. ഏകദേശം 300ഓളം യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരെയാണ് വോളണ്ടിയേഴ്സായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പറവൂർ പട്ടണത്തിൽ തിരക്ക് കുറക്കാനും ബ്ലോക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുമുള്ള ഒരു ഘോഷയാത്രയായിരിക്കും നമ്മൾ ഇത്തവണ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചതിന് ശേഷം പറവൂരിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്വീകരണവും കൂടി ഈ യോഗത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.